എല്ലാവർക്കും നമസ്കാരം. അശോകവനം എന്നെൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ അംബികാനന്ദൻ, തൃശ്ശൂർ. ഇന്നത്തെ എൻ്റെ വീഡിയോയിലെ വിഷയം എന്ന് പറയുന്നത് കൊടുങ്ങല്ലൂർ അമ്മയുടെ വെളിച്ചപ്പെടുമാരെ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ്. കൊടുങ്ങല്ലൂർ ഭഗവതിക്ക് ഒരു വെളിച്ചപ്പാടുണ്ടായിരുന്നു. അദ്ദേഹം ദേവിയുടെ പാദം പൊകിയതിന് ശേഷം ഒരു വെളിച്ചപ്പാട് കൊടുങ്ങല്ലൂർ ഉണ്ടായിട്ടില്ല. അതിനുശേഷം ഭഗവതി 10,000 വെളിച്ചപ്പെടുമാരെ കണ്ടെത്തി. അമ്മയുടെ നൃത്തകല അവരിലേക്കൊക്കെ അമ്മ വിതറി കൊടുത്തു. അങ്ങനെ ഇന്ന് കൊടുങ്ങല്ലൂർ 10,000 വെളിച്ചപ്പെടുമാരാണ് അമ്മയ്ക്ക്. അപ്പോൾ ആ വെളിച്ചപ്പെടുമാർ അറിഞ്ഞിരിക്കേണ്ട ചില വിഷയങ്ങളാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ. എൻ്റെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ മാത്രം ആ ബെല്ല് ബട്ടനും അതിൻ്റെ അടുത്ത് കാണുന്ന ഒരു ചുവന്ന ബട്ടൺ കാണാം, അതൊന്ന് അമർത്തിക്കൊള്ളൂ കേട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. രാമൻ സീതയെ തേടി നടന്നേ, താമരച്ചേലുള്ള ജാനകി വഴി പോകുന്നതാരാനും കണ്ടു. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് കൊടുങ്ങല്ലൂർ അമ്മയുടെ വെളിച്ചപ്പെടുമാരെ കുറിച്ചാണ്. ഇപ്പോൾ നമ്മൾ കൊടുങ്ങല്ലൂർ 10,000 വെളിച്ചപ്പെടുമാർ കാവ് തീണ്ടാനായി എത്തുന്നുണ്ട്. വെളിച്ചപ്പാടുമാരായവരൊക്കെ ദുരിതങ്ങളും ദുഃഖങ്ങളും അനുഭവിച്ച് എന്തെന്നാ പറയുക, അത്ര വിഷമങ്ങൾ സഹിക്കാൻ പറ്റാതെ ഇനി എന്ത് ചെയ്യും? കാരണം ഭഗവതി അവർക്കുണ്ട്. ആ ഭഗവതീനെ ഇവർക്ക് സാധാരണ ആൾക്കാർക്ക് എങ്ങനെയും പോകണമെങ്കിൽ കൈ വീശി പോകാം. പക്ഷേ വെളിച്ചപ്പെടുമാർ എന്ത് ചെയ്യും? ഭഗവതി ഉണ്ടേ, അതുകൊണ്ട് പോകാണ്ട് എങ്ങോട്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ പലവർക്കും ഇതൊരു തലവേദനയായി മാറിയിട്ടുണ്ട്. എന്നിട്ടും പുതിയ പുതിയ ആൾക്കാർ ഇതിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് പഴഞ്ചൊല്ലുണ്ട്, ഉണ്ണാത്തവന് ഇല കിട്ടാഞ്ഞിട്ട് ഉണ്ടവന് പായ കിട്ടാഞ്ഞിട്ട് എന്നൊരു പഴഞ്ചൊല്ലാണ് എനിക്ക് ഓർമ്മ വരുന്നത്. വെളിച്ചപ്പാടാകുക എന്ന് പറഞ്ഞ എളുപ്പമല്ല. നിങ്ങൾ ആലോചിക്കുക, ചിന്തിക്കുക. നിങ്ങൾക്കത് നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയുമെങ്കിൽ മാത്രം നിങ്ങൾ അതിലേക്ക് ഇറങ്ങുക. എല്ലാ വെളിച്ചപ്പെടുമാർക്കും അമ്മ ഗുണം നൽകുകയില്ല. ചിലവർ നൃത്തത്തിലെത്തും, ചിലവർ അമ്മയുടെ നൃത്തകലയിൽ വരും. നൃത്തകല എന്ന് പറഞ്ഞാൽ നമുക്ക് പഠിക്കാമെന്നതേ ഉള്ളൂ. അത് ഒരു 10 പാട്ട് സ്ഥലത്ത് പോയാൽ നമുക്ക് വെളിച്ചപ്പെടുമാർ ചെയ്യുന്ന നൃത്തകല കണ്ടുപഠിക്കാം. പക്ഷേ കൽപ്പന അത് ഒരിക്കലും കണ്ടുപഠിക്കാൻ കഴിയുന്ന ഒന്നല്ല. അത് ഭഗവതി അറിഞ്ഞു തരണം, അത് ഭഗവതിയിൽ നിന്ന് അറിഞ്ഞു ലഭിക്കണം. അപ്പോൾ ഇന്നിപ്പോൾ 10,000 വെളിച്ചപ്പെടുമാർ കൊടുങ്ങല്ലൂർ വരുന്നുണ്ടെങ്കിലും എല്ലാവർക്കും കൽപ്പന നൽകാനുള്ള ശക്തി ഭഗവതി കൊടുത്തിട്ടില്ല. അത് ആരിൽ നിന്നും പഠിച്ചെടുക്കേണ്ട ഒന്നല്ല, അത് ഭഗവതി നേരിട്ട് തരേണ്ട കാര്യമാണ്. അതെല്ലാവർക്കും ലഭിക്കണമെന്നില്ല. മനസ്സിലാവണുണ്ടോ? ലഭിക്കണമെങ്കിൽ അനവധി ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിക്കാൻ തയ്യാറാവണം. അല്ലാതെ കൈ നനയാതെ മീൻ പിടിക്കാൻ ശ്രമിക്കരുത്. ഇന്ന് ഓരോ വെളിച്ചപ്പെടുമാരും പഴയ ഓരോ വെളിച്ചപ്പെടുമാരും അനവധി ദുഃഖ ദുരിതങ്ങൾ അനുഭവിച്ചു വന്നവരാണ്. അവരെ ബഹുമാനിക്കാൻ പഠിക്കുക ആദ്യം. ഇന്നത്തെ തലമുറയിലെ വെളിച്ചപ്പെടുമാർ പഴയ വെളിച്ചപ്പെടുമാരെ ബഹുമാനിക്കാൻ പഠിക്കുക. അവരെ പാദം ഒന്ന് തൊട്ട് നമസ്കരിക്കാൻ പഠിക്കുക. ആ കുരുത്തം നേടുക. അതൊന്നും ഇന്ന് ആർക്കും ഇല്ല. ഇന്ന് ഞാൻ വലിയവൻ, എനിക്കെല്ലാം സൗഭാഗ്യങ്ങളുണ്ട് എന്ന് ചിന്തിക്കുന്നവരാണ്. അമ്മയ്ക്ക് മുമ്പിൽ അതൊന്നും വില വരികയില്ല. നിങ്ങളൊന്നും അമ്മ പുല്ലിൻ്റെ വില കൽപ്പിക്കില്ല. നിങ്ങൾ മറ്റുള്ളവരെ ബഹുമാനിക്കാൻ പഠിക്കൂ. തലമുതിർന്ന വെളിച്ചപ്പാടന്മാരെ ബഹുമാനിക്കാൻ പഠിക്കുക. അവരമ്മയ്ക്ക് തുല്യമായി കാണാൻ ശ്രമിക്കുക. എങ്കിൽ നിങ്ങൾക്ക് ഐശ്വര്യം വരും, അനുഗ്രഹം വരും, എല്ലാം ഭഗവതി തരും. ഇതൊന്നുമില്ലാതെ നിങ്ങൾ വലിയവനാണെന്ന് നടിച്ചു നടന്നാൽ നിങ്ങൾക്കൊന്നും ലഭിക്കുകയില്ല.
അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ചിലവർ ഒന്ന് നിന്ന് പാഠസ്ഥലത്തൊക്കെ മുമ്പ് ചില വിറയിൽ വരുന്നുള്ളൂ. ഈ വിറയിൽ വരുമ്പോഴേക്കും ക്ഷേത്രം കെട്ടി ദേവിയെ കുടിവെച്ചു. ഈ കുടിവെക്കണവരെയാണ് എനിക്ക് ദേഷ്യം വരുന്നത്. അവരെ ചിന്തിക്കണ്ടേ? ഇവർക്കത് കൊണ്ടു നടക്കാൻ കഴിയുമോ? ഇവർക്ക് ഭഗവതി ഉണ്ടോ? ഒരാൾ വെളിച്ചപ്പെട്ട് വരുമ്പോൾ ഒരു ഗുരുസ്ഥാനത്ത്, ഇപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന ഒരു വ്യക്തി വെളിച്ചപ്പെട്ട് വന്നാൽ ഞാൻ ചോദിക്കുന്ന ആദ്യത്തെ വിഷയം, നിങ്ങൾ ആരാണ്? ഭഗവതിയാണ്. ഭഗവതിയാണെങ്കിൽ, നിങ്ങൾ ഭഗവതിയാണെങ്കിൽ ഭഗവതിക്ക് ഈ സന്താനം ഭഗവതിയെ ആരാധിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അതിൻ്റേതായ ലക്ഷണങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞ ശേഷമാണ് വെട്ടി തെളിയിക്കുന്നത്. ഒരു ക്ഷേത്രം വെച്ച് കെട്ടാൻ പണമുണ്ടായാൽ മതി, വെച്ച് കെട്ടാം. പ്രതിഷ്ഠിക്കാൻ കർമ്മം പറഞ്ഞാൽ മതി, പ്രതിഷ്ഠിക്കാം. പക്ഷെ അത് നിലനിൽക്കണമെങ്കിൽ ശക്തി വേണം, അറിവ് വേണം, അനുഗ്രഹം വേണം. അപ്പം അതുകൊണ്ട് വെളിച്ചപ്പെടുമാരെ, പുതിയ തലമുറയിലെ വെളിച്ചപ്പെടുമാരെ, നിങ്ങളൊന്ന് ചിന്തിക്കുക. നിങ്ങൾക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ? നിങ്ങൾക്ക് അമ്മ വന്നു കഴിഞ്ഞാൽ അമ്മയുടെ കൽപ്പന കേട്ടെങ്കിൽ നിങ്ങൾ അനവധി വ്രതങ്ങളും നോയമ്പുകളും ധ്യാനങ്ങളും ജപങ്ങളും, നിങ്ങളൊരു നല്ലൊരു ഗുരു നിങ്ങൾക്കുണ്ടാകണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്കിതെല്ലാം അനുഭവിക്കുകയുള്ളൂ. ഏതെങ്കിലും പഴമ ചെന്ന വെളിച്ചപ്പെടുമാരെ ആശ്രയിക്കുക, പ്രാർത്ഥിക്കുക. അവരുടെ ചെൽപ്പടിക്ക് നമ്മൾ മുന്നോട്ട് പോവുക, നമുക്ക് നേടാൻ കഴിയും. അല്ലാതെ ഞാനാണ് എല്ലാം എന്ന് ധരിച്ചു നടക്കുന്ന നിങ്ങൾക്ക് ഒന്നും നേടാൻ കഴിയുകയില്ല. അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും ഞാൻ പറയുകയാണ്, അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുമ്പോൾ നമുക്ക് കാണാം. അതുവരെ എല്ലാവരും സുഖസന്തോഷമായിരിക്കും.